സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലെ 8ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവകരുണയുടെ പരിമളമാകുവാനായിട്ടാണ് ഇന്ന് സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. 3 വായനകളാണ് നാം വായിച്ചു കേട്ടത്. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിനുള്ള വായനയാണ്. മോശ 10 കൽപ്പനകളുമായിട്ട് താഴേക്കിറങ്ങി വന്നപ്പോൾ തൻ്റെ ചുറ്റും കൂടിയിരുന്ന ഇസ്രായേൽക്കാർക്ക് നൽകുന്ന ഉപദേശ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയിൽ നിലകൊള്ളും. ഈ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രം പോരാ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ നിങ്ങൾ ഓർക്കണം എന്ന് അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മൂർത്ത രൂപങ്ങളും ഭാവങ്ങളുമായിരുന്നു ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലുടനീളം ദൈവം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചത്. മോശ എണ്ണി കാര്യങ്ങൾ 8-9 സംഭവങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ പറഞ്ഞു കേട്ടവയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവയാണ്. ഇതെന്നും ദൈവത്തിൻ്റെ ഈ കരുണ എന്നും ദൈവത്തിൻ്റെ ഇടപെടലുകളെന്നും നിങ്ങൾ നന്ദിയോടെ ഓർക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഉത്തമ സ്നേഹിതരും ശിഷ്യരുമായി തീരും എന്ന് മോശ ആഹ്വാനം ചെയ്യുക. രണ്ടാമത്തെ വായന പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചു കേട്ടത്. അവിടെ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ പരിമളങ്ങളാണ്. ക്രിസ്തീയത പരിമളമാണ്, ദൈവ കാരുണ്യത്തിൻ്റെ പരിമളമാണ്. ക്രിസ്തു ശിഷ്യൻ ഈ പരിമളം എങ്ങും പരത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. എപ്രകാരമാണ് ഈ ക്രിസ്തീയ പരിമളം മറ്റുള്ളവരുമായിട്ട് നാം പങ്കുവെക്കേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷം മുന്തിരിത്തോട്ടത്തിലെ യജമാൻ്റെയും ജോലിക്കാരുടെയും ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ ജോലിക്കാരെ അന്വേഷിച്ച് 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ചന്തസ്ഥലത്ത് പോയി ജോലിക്കാരെ കൂട്ടിക്കൊണ്ടു വരികയാണ്. ഒരു എഗ്രിമെൻ്റാണ് അദ്ദേഹം ജോലിക്കാരുമായിട്ട് വയ്ക്കുന്നത്, നിങ്ങൾക്ക് ഒരു ദിനാർ തരാം. ജോലി കഴിഞ്ഞ് ആദ്യം 11-ാം മണിക്കൂറിൽ വന്നവന് ഒരു ദിനാർ കൊടുത്തു. അങ്ങനെ അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർ വരെ കൂലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം വന്നവർ വിചാരിച്ചു തങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടുമെന്ന്. അവർ യജമാനോട് പരാതിപ്പെടുന്നുണ്ട്, ഞങ്ങളെ നീ മറ്റുള്ളവരുമായിട്ട് തുല്യരാക്കിയതെന്ത്? പലപ്പോഴും ദൈവത്തോട് നാം അറിയാതെ ചോദിക്കുന്നുണ്ട്, പലപ്പോഴും മറ്റുള്ളവരെ പോലെ എന്നെ അങ്ങ് തുല്യനാക്കിയല്ലോ. ഒരുപക്ഷെ നെഗറ്റീവായിട്ടായിരിക്കും നാം ചോദിക്കുന്നത്. പോസിറ്റീവായിട്ട് നാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിട്ടുണ്ട്. നാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവകരുണയുടെ ഒത്തിരിയേറെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ദൈവം മറ്റു പലരെയും പോലെ നമ്മളെയും അവിടുന്ന് തുല്യനാക്കി ഉയർത്തിയിട്ടുണ്ട്. നമ്മളെ കുറച്ച് കാട്ടുകയല്ല, ഉയർത്തിക്കാട്ടുകയാണ് ദൈവം ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യത്തിന് മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ നൽകുന്ന മറുപടിയും ശ്രദ്ധേയമാണ്. ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടണം? ക്രിസ്തീയ കാരുണ്യത്തിൻ്റെ പരിമളമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യരും. ഈ ചോദ്യം നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിച്ചു നോക്കാം. ഞാൻ നല്ലവനായതുകൊണ്ട്
ആരെങ്കിലും അസൂയപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ നന്മ കൊണ്ട് ആരെങ്കിലും എന്നോട് അസൂയ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ, നാം ഇടപെടുന്ന മണ്ഡലങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് ആർക്കെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറും. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ വാക്കിലൂടെ മറ്റുള്ളവർക്ക് ദൈവകരുണ പങ്കുവയ്ക്കുന്ന വ്യക്തികളായി മാറും. ദൈവകരുണയുടെ പരിമളം പരത്തുന്ന വ്യക്തികളായി നമുക്കങ്ങനെ രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ പരിമളമാകുവാനായിട്ട് നല്ല തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആ പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് സംബന്ധിക്കാം.